ആസിഫ് അലിയുടെ രേഖ ചിത്രം അങ്ങനെ OTT റിലീസ് ചെയ്തിരിക്കണം. ഭയങ്കര എക്സ്പെക്ടേഷനിൽ കണ്ട ഒരു പടമാണ്. സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് ആസിഫ് അലിയെ പറ്റി പറയാം. ഇപ്പൊ നമ്മുടെ ലൈഫിലൊക്കെ ഭയങ്കര ഫെയിലിയേഴ്സ് നടക്കുകയാണ്. എന്നെ ഒന്നിനും കൊള്ളില്ല, ഐ കോൾ മൈസെൽഫ് എ ലൂസർ, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ആസിഫ് അലിയെ കണ്ട് പഠിക്കാന്നേ ഞാൻ പറയുള്ളൂ. ആളുടെ സിനിമാസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് വന്നിട്ട് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം സീറോ പറഞ്ഞിട്ട് പോയത്. പിന്നെ നടന്നത് റെസ്റ്റ് ഈസ് ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ആവുകയാണ്. ആ സമയത്ത് അനാവശ്യ കാര്യങ്ങൾ കണ്ട് ഇൻഫ്ലുവൻസ് ആവാതെ ഇതുപോലത്തെ നല്ല കാര്യങ്ങളൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാനും ആസിഫ് അലിയെ കുറെ ട്രോൾ ചെയ്യുന്നുണ്ട്. ആസിഫ് അലിക്ക് ഗ്രോത്ത് ഉണ്ട്, പടവലങ്ങ പോലെ കീപ്പോട്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പറഞ്ഞവരെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിക്കുന്നില്ല. അതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സോ ഹാപ്പി ഫോർ യു ബ്രദർ എന്നേ പറയാനുള്ളൂ. സോ ഭയങ്കര എക്സ്പെക്ടേഷനിൽ കണ്ടിട്ട് പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സിനിമയാണ് രേഖാചിത്രം. പിന്നെ എന്തുകൊണ്ട് തിയേറ്ററിൽ കണ്ടില്ല ചോദിച്ചു കഴിഞ്ഞാൽ, ടു മീ പേഴ്സണലി സിനിമ പറയുന്നത് ലക്ഷറിയാണ്. എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണാനുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും കറന്റ് ഇല്ല. അതുകൊണ്ടാണ് OTT കണ്ടത്. സോ ഈ സിനിമയിൽ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. ആസിഫ് അലിയൊക്കെ ഒരു സ്കെൽട്ടൺ തോണ്ടുന്ന സീനുണ്ട്. ആ സമയത്ത് ഇങ്ങനെ മുഖത്ത് വരുന്ന മൈന്യൂട്ട് എക്സ്പ്രഷൻസ് വരെ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ആസിഫ് അലിയുടെ റീസെന്റ് സിനിമാസ് എടുത്ത് നോക്കി കഴിഞ്ഞു വെച്ചാൽ അതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് എവിടെയെങ്കിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഹീറോയിസം കാണിക്കുന്ന ഒരു നായകനല്ലാതെ ഭയങ്കര പാവപ്പെട്ട ഒരു പോലീസുകാരൻ, അതേപോലെ തന്നെ പാവപ്പെട്ട ഒരു പയ്യൻ, അതൊക്കെ ആ ഒരു കണക്ഷൻ കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ആസിഫ് അലിയോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നത്. അതേപോലെ തന്നെ മനോജ് കെ ജയൻ ഈ സിനിമയിൽ അടിപൊളിയായിരുന്നു. യൂഷ്വൽ ലുക്കല്ല, ഒരു കിഡിലൻ ലുക്കാണ്. അതിനൊരു സൂപ്പർ ആയിട്ട് BGM ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോഴൊക്കെ ഒരു സ്വാഗ് ഒക്കെ ഉണ്ട്, നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ സിദ്ദിഖ് ചെറിയൊരു റോളേ ഉള്ളൂ. സിദ്ദിഖ് പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണ് അതൊന്നും എനിക്കറിയില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സിനിമ ആൻഡ് ആക്ടിങ്, ദിസ് ഗായ് ഈസ് ദ ബെസ്റ്റ് എന്നേ പറയുള്ളൂ. ചെറിയ റോൾ വരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സാരിന അങ്ങനെ ഒരു നായികയില്ലേ, നമ്മുടെ ആട്ടം സിനിമയിലെ നായിക, ആ കൊച്ചൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എന്റെ പൊന്നോ, നമ്മളൊക്കെ ഞെട്ടും. സോ ഞാൻ ഈ സിനിമയെ പറ്റി കൂടുതൽ വലിച്ചു നീട്ടിയിട്ടൊന്നും പറയുന്നില്ല. അനശ്വര നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ സീരിയസ് റോൾസ് ഒക്കെ അനശ്വര കിടിലനായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ആൾട്ടർനേറ്റ് ഹിസ്റ്ററി പറഞ്ഞു പോകുന്ന സിനിമയാണ്. ഒരു 1980s ആ കാലഘട്ടത്തിലുള്ള കാതോട് കാതോരം ആ സിനിമ സെറ്റിൽ നടക്കുന്ന കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ പ്രസന്റ് ആയിട്ട് എത്ര കിടിലായിട്ട് അവർ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? നമുക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നുക, നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു പ്രസൻസ്, നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയുടെ ഒരു പ്രസൻസ് ഈ സിനിമയിൽ ഉണ്ടെന്ന്. കൽക്കി സിനിമയിൽ അമിതാഭ് ബച്ചന്റെ DAGing ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത്ര ഒറിജിനൽ ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അത്രയും കിടിലനായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ യൂഷ്വൽ ആയിട്ട് ഒരു സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ പ്രതീക്ഷിച്ച് പോവാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഒരു മർഡർ മിസ്റ്ററി ഒക്കെ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ആ ഒരു മൈൻഡ് സെറ്റിൽ പോയി കാണാമെന്ന് ഞാൻ പറയുള്ളൂ. ഒരു സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ എക്സ്പീരിയൻസ് ഒന്നും ഈ സിനിമ തരുന്നില്ല. പക്ഷെ ഒട്ടും ലാഗില്ലാതെ നല്ല രസത്തിൽ കണ്ടിരിക്കുക. സോ ട്രൈ ഇറ്റ് ഔട്ട്. സോണി ലിവിൽ അവൈലബിൾ ആണ്.